ലോകത്തോട് വിളി പറയാൻ, ഇന്ന് മുതൽ ഞാനാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി. അതുകൊണ്ട് പറ, എന്താണ് ഈ കണ്ട കിനാവിന്റെ അർത്ഥം? അവര് കണക്കൊക്കെ വെച്ചെല്ലാം കൂട്ടിപ്പിടിച്ച് അവരിപ്പോ ചർച്ച ഒക്കെ നടത്തിയിട്ട് പറഞ്ഞു, കുറച്ച് വിഷമം പിടിച്ച കണക്കാണ്. ഒരു കാര്യം, നാളെ രാവിലെ അർത്ഥം പറഞ്ഞുതരാം. തഅബീർ പറയുന്നവരൊക്കെ തിരിച്ചുപോയി. പിറ്റേന്ന് രാവിലെ അവർ വന്നിരുന്നു. രണ്ടാമത്തെ ദിവസം വന്നിരുന്നപ്പോ രാജാവ് പറഞ്ഞു, ഇന്ന കണ്ട കിനാവിന്റെ അർത്ഥം എന്ന് പറഞ്ഞു തരണം. അപ്പൊ അവര് പറഞ്ഞു, രാജാവെ കണ്ട കിനാവിനാണ് കുറച്ച് കടുപ്പാ. അപ്പൊ രാജാവ് പറഞ്ഞു, എന്താ വിഷമമുള്ള കിനാവാണ്? ഉടൻ രാജാവ് പറഞ്ഞു, പറയില്ല, അർത്ഥം പറയില്ല. വലിതേ വലിതേ പുറത്ത് നിൽക്കുന്ന വലിതിനെ വിളിച്ചു, വലിത് ഇങ്ങോട്ട് വാ, വലിത് വാ. വലിതിന് അടുത്ത് നിർത്തി നീ ഇവിടെ നീ എന്റെ കൂടെ നിൽക്കണം. ഇവരൊരു അർത്ഥം പറയാൻ പോവാണ്. ചിലപ്പോ ഞാൻ പേടിച്ചു പോവും, വീണാട്ട് പിടിച്ചോളണം, വീണാ പിടിച്ചോളണം, നീ ഇവിടെ നിൽക്കണം. വലിയത് അടുത്ത് തന്നെ ഒന്ന്. രാജാവ് പറഞ്ഞു, ഇനി പറഞ്ഞോളൂ, ഇനി എന്ത് വന്നാലും ധൈര്യത്തിന് എനിക്ക് വലിയത് കൂട്ടുണ്ട്. ഇവരാള് ഭയങ്കര ധീരനാണ്, കാര്യം പറ. ഇവര് പറഞ്ഞു, രാജാവേ, തേളായി വന്നത് ഒരു ദുഷ്ടനായ മനുഷ്യനാണ്. അയാൾ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് സൂര്യൻ ഉദിക്കുന്ന കിഴക്കിനെയും അസ്തമിക്കുന്ന പടിഞ്ഞാറിനെയും വിഭജിക്കുന്ന വണ്ണം വലുതാകുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം സൂര്യൻ ഉദിക്കുന്ന കിഴക്കൻ ചക്രവാളത്തിൽ ജീവിക്കുന്നവൻ മുതൽ അസ്തമിക്കുന്ന പടിഞ്ഞാറൻ പാശ്ചാത്യൻ വരെ, അസ്തമിക്കുന്ന പടിഞ്ഞാറിന്റെ ചക്രവാളത്തിൽ താമസിക്കുന്ന പാശ്ചാത്യൻ വരെ കാലങ്ങളായി ആ മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. നൂറ്റാണ്ട് 3000-കപ്പുറത്ത് നടന്ന ഒരു കിനാവിന്റെ അർത്ഥം, ആ അർത്ഥത്തിന്റെ സാക്ഷാത്കാരമാണ് കൂട്ടരെ ഉദുമ പടിഞ്ഞാറിലെ ഈ വേദിയിൽ ഞാനും നിങ്ങളും സംവദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് പടച്ചറപ്പിന്റെ ഭാരമായ കുതിരത്ത് തന്നെയാണ്. എന്താ പറഞ്ഞേ? കാലങ്ങളായി അവനെ കുറിച്ച് ചർച്ച ചെയ്യും ലോകം. എന്നിട്ടവൻ നിങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു പറഞ്ഞാൽ അർത്ഥം നിങ്ങളുടെ കഴുത്തവൻ വെട്ടിക്കളയും. എന്നിട്ട് അവൻ നിങ്ങളെ കൊന്നിട്ട് അധികാരത്തിൽ വരും. ഈ ലോകത്തിന്റെ ഭരണാധികാരി, രാജ്യത്തിന്റെ ഭരണാധികാരി ഞാനാണെന്ന് അവൻ വിളിച്ചു പറയും എന്ന് പറഞ്ഞപ്പോ സഖാവത്ത് രാജാവ് വലീദിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, വലീദേ, നീ അർത്ഥം കേട്ടില്ലേ വലീദേ, എന്നെ ആരോ കൊല്ലുന്ന്. അതുകൊണ്ട് ഇന്ന് മുതൽ നിന്റെ കയ്യിലാണ് രക്ഷ. നിന്റെ കണ്ണറിയാതെ, നിന്റെ ചെവി അറിയാതെ ഒരു കുട്ടി പത്ത് കിടക്കണ്ട. ആരെങ്കിലും നിനക്ക് സംശയം ഉണ്ടെങ്കിൽ കൊന്നുകള, എന്നോട് ചോദിക്കുക പോലും വേണ്ട. അതുകൊണ്ട് നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. വലീദ് പറഞ്ഞു, രാജാവ് ബേജാറാവണ്ട, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ വേറൊരാൾ പോലുമില്ല. അത് ഉറപ്പ്. സഖാവത്ത് രാജാവിന് സമാധാനായി. വലീദ് ഉണ്ടല്ലോ എല്ലാത്തിനും കൂടെ, അവന് പ്രശ്നമാക്കണ്ട. സഖാവത്ത് രാജാവ് ഇപ്പൊ കുറച്ച് ടെൻഷനിലാണ്. പക്ഷെ വലീദിലുള്ള സമാധാനം മൂപ്പർക്കുള്ളൂ. വലീദാണെങ്കിലോ രാജാവിന്റെ സുരക്ഷ മുൻനിർത്തി 3-4 പേരെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെട്ടിക്കൊന്നു. അതോടെ രാജാവിന് വലീദിനെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വലീദ് ആളെ കൊന്നത്, ചോദിക്കുക പോലും രാജാവ് ചെയ്തില്ല. അങ്ങനെ ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു. ഒരു കറുത്ത വാവിൻ ദിവസം, നിലാവുദിക്കാത്ത ഒരു രാത്രി. നിലാവുദിക്കാത്ത രാത്രിയിൽ സഖാവത്ത് രാജാവിന് കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. അയാൾ തന്റെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, എന്റെ റബ്ബേ, ആരെന്നെ കൊല്ലുക? ആ കൊല്ലുന്നവരെ കിട്ടിയ ഇപ്പം തന്നെ കൊല്ലണം എന്ന് തീരുമാനിച്ച മൂപ്പര് മേലെ പുറത്തിറങ്ങി. റൂമിന്റെ തൊട്ട് പുറത്തൊരു ചെറിയ പൂന്തോട്ടമുണ്ട്. ആ ഇരുട്ടത്ത് അയാൾ ഒരു കല്ലിന്റെ മേലെ വന്നിരുന്നു. വലീദ് അപ്പുറത്തുള്ളതുകൊണ്ട് ആരെയും പേടിക്കണ്ട. അതുകൊണ്ട് ആ കല്ലുമ്മ കുത്തിയിരുന്നത്. സാധാ വേഷത്തിലാണ് രാജാവ് ഇരിക്കുന്നത്. ഉറക്കത്തിൽ അങ്ങനെ ഒരു വേഷത്തിൽ അവിടെ ഇരിക്കാണ്. ഉറങ്ങിയിരുന്ന് പുറത്തേക്ക് വന്നല്ലേ. വലീദ് ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി രാജാവിന്റെ ബെഡ്റൂമിന്റെ പുറത്തെ പൂന്തോട്ടത്തിൽ വലീദ് എത്തി. വലീദ് ഒരു നോട്ടം അങ്ങനെ നോക്കി തിരിച്ചങ്ങോട്ട് പോയി. തന്റെ കൂട്ടുകാരൻ 3-4 ആളെ വിളിച്ചിട്ട് പറഞ്ഞു, വിടാ, എന്തിനാണ് ആ സഖാവത്ത് രാജാവ് നമുക്ക് ചോറ് തന്നിട്ട് നമ്മളിവിടെ നിർത്തിയത്? അപ്പൊ പറഞ്ഞു, രാജാവിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് രാജാവ് കയറി കിടക്കുന്ന ആ ബെഡ്റൂമിന്റെ പുറത്തുള്ള പൂന്തോട്ടത്തിൽ രാജാവിനെ കൊല്ലാൻ വേണ്ടി വന്ന ഒരു ഹംകഥ കുത്തിയിരിക്കുന്നത് കുടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്നു. ഇവരങ്ങോട്ട് ഓടിപ്പോയി. ഇരുട്ടത്ത് സാധാരണ വേഷത്തിൽ ഇരിക്കുന്ന സഖാവിനെ പൊക്കുമ്പോ രാജാവ് പറഞ്ഞു, എടാ, ഞാൻ സഖാവ. അവര് പറഞ്ഞ് മനസ്സിലായി, കൊല്ലാൻ വേണ്ടി വന്നാളല്ലേ. പിടിച്ചു കൊണ്ടുപോയി വലീദിന്റെ മുന്നിൽ നിർത്തി. ഇരുളിൽ വലീദും സഖാവയും മുഖാമുഖം നോക്കി. വലീദിനോട് സഖാവ പറഞ്ഞു, വലീദേ, നീ എന്തിനാണ് എന്നെ പിടിച്ചു കൊണ്ടുവന്നത്? നിനക്ക് എല്ലാ അധികാരവും അവകാശവും നൽകിയ ഈജിപ്തിന്റെ ഭരണാധികാരി സഖാവയാ ഞാൻ ഇരിക്കും, എന്തിനാണ് നീ എന്നെ പിടിച്ചു കൊണ്ടുവന്നത്? വലീദ് പറഞ്ഞു, നിങ്ങൾ സഖാവയോ? സഖാവ് രാജാവ് ബാത്റൂമിൽ ഇരിക്കണമെങ്കിൽ ഞാനതിന്റെ പുറത്ത് കാവലിക്കണം. അത്രമാത്രം പേടിച്ചിരിക്കുന്ന സഖാവ രാജാവ് ഇരുളിൽ ഇരിക്കുമെന്നോ? എന്റെ പ്രിയപ്പെട്ട മഹാനായ ചക്രവർത്തി സഖാവയെ വെട്ടിക്കൊല്ലാൻ വേണ്ടി വന്ന ദുഷ്ടനാണീ. അതുകൊണ്ട് ബാക്കിൽ നിൽക്കുന്ന പട്ടാളക്കാരോട് വലീദ് പറഞ്ഞുടാ, നമ്മുടെ രാജാവിനെ കൊല്ലാൻ വേണ്ടി വന്ന ഈ ദുഷ്ടന്റെ കഴുത്തെറുക്ക്. അവര് ബാക്കിൽ നിന്ന് വാളുയർത്തി, എന്നെ കൊല്ലല്ലേ, ഞാൻ രാജാവ് സഖാവയാണെന്ന് പറയാൻ സഖാവത്ത് പുറത്തേക്ക് തിരിഞ്ഞു. അവരോട് നിലവിളിച്ച് പറയുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് ബാക്കിൽ നിന്ന് 500 വാള് പതിച്ചു കഴിഞ്ഞിരുന്നു. സഖാവയുടെ തല താഴേക്ക് മുറിഞ്ഞു വീണു.
അപ്പോഴേക്കും പിന്നിൽ നിൽക്കുന്ന പട്ടാളക്കാരും പെട്ടി. ഓരോരുത്തരും ചിന്തിച്ചത് എന്റെ വെട്ടുകൊണ്ടാണ് സഖാവ് മരിച്ചത്, എന്റെ വെട്ടുകൊണ്ടാണ് ഇയാൾ മരിച്ചത്, എന്റെ വെട്ടുകൊണ്ടാണ് ഇയാൾ മരിച്ചത് എന്നാ. ഉടനെ വലിയത് പറഞ്ഞടാ, ഈ ദുഷ്ടൻ ആരാ നോക്കണ്ടേ, പന്തം കത്തിച്ചിട്ട് വാ. പന്തം കത്തിച്ചു കൊണ്ടുവന്നവൻ ആ പന്തത്തിന്റെ എണ്ണ വെളിച്ചത്തിൽ ഉടലും തലയും വേർപെട്ട് കിടന്ന് പിടയുന്ന സഖാവാരാജാവിനെ കണ്ടപ്പോ പട്ടാളക്കാരൻ എന്താ വിട്ടുകൊണ്ട് ചോദിച്ചു, വലീദേ, ഇത് നമ്മുടെ പ്രിയപ്പെട്ട സഖാവാരാജാവല്ലേ, നമ്മൾ അറിയാതെ ചെയ്തു പോയോ? വലീദ് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അറിയാതെ ചെയ്തു, നമ്മൾ അറിഞ്ഞിട്ട് ചെയ്തതാ. അപ്പൊ നീ, അതെടാ ഞാൻ അറിഞ്ഞുകൊണ്ട് കളിച്ച കളിയാ. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ ഇയാളെ കൊന്നില്ലേ, നമ്മളെ നാട്ടുകാർ വെറുതെ വിടോ, രാജാവിനെ കൊന്നത് നമ്മളല്ലേ? വലീദ് പറഞ്ഞു, നമ്മൾ കൊന്നിട്ടില്ല, ഞാനില്ല, നിങ്ങളാ കൊന്നത്, നിങ്ങളൊക്കെ വെട്ടിയല്ലേ കൊന്നത്. ഈ വിവരം നാളെ നാട്ടുകാരറിഞ്ഞാൽ നിങ്ങളെ ഈജിപ്തിന്റെ തെരുവിൽ നരക്ക നിർത്തിയിട്ട് കല്ലെറിഞ്ഞ് കൊല്ലും, നമുക്ക് ജീവിക്കണോ മരിക്കണമെന്ന്. അവര് പാവപ്പെട്ട പൗം പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിക്കണം. എന്തൊരു കാര്യം ചെയ്യും, എന്റെ കൂടെ കൂടിക്കോ, എന്റെ കൂടെ കൂടി ഞങ്ങൾക്ക് ജീവിക്കാം. ഇന്ന് രാത്രി കൊട്ടാരടച്ചു പൂട്ടുക, രാജാവിന്റെ ബന്ധുക്കൾ കിടന്നുറങ്ങുന്ന അന്തപുരം അടച്ചു പൂട്ടുക, ആയുധപ്പുര പൂട്ടിയുടെ താക്കോലിന്റെ കൈ കൊണ്ട് തരിക. അവരാരും അറിയരുത് ഈ അന്തർനാടകം. അവരെന്ന് മാത്രമല്ല, ഈജിപ്തും പുറം ലോകവും ആ കാലരാത്രിയിലെ അന്തർനാടകത്തെ കുറിച്ച് ആരും അറിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെയാണ് ലോകം ഞെട്ടിയത്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഇരുന്ന ഈജിപ്തിന്റെ സിംഹാസനത്തിലതാ കേവലം ഒരു ഖബർസ്ഥാനിന്റെ കാവൽക്കാരൻ അധികാരത്തിൽ ആരോപിതനായി അവിടെ കയറിയിരിക്കുന്നു. അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാനാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി. ഈജിപ്തിന്റെ ചരിത്രത്തില് ഏറ്റവും വൃത്തികെട്ട പാറയായി തീർന്നവൻ, പാതിരാ നേരത്തും പകയൻ നടന്നില്ലേ